ഇന്നൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഫിഷ് കറീൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഉള്ളിയും തക്കാളിയും ഒന്നും വഴറ്റിയിട്ട് വെറുതെ സമയം കളയേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫിഷ് കറിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഫിഷ് ഒന്ന് പുരട്ടി വെക്കണം. ഉപ്പും മുളകും മഞ്ഞളൊക്കെ ചേർത്തിട്ട് ഫിഷ് ഒന്ന് പുരട്ടി വെക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് ഫിഷ് മസാല ഉണ്ടല്ലോ അതും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് കുറച്ച് നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുക. ഒരു പകുതി നാരങ്ങ നീര് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഇതന്നെ മിക്സ് ആക്കി എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ മീൻ കഴുകി എടുത്തതായിരിക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു വെള്ളമൊക്കെ ഉണ്ടാവും. അത് ഇതുപോലെ ഇങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് പുരട്ടി കൊടുത്താൽ മതി. ഇങ്ങനെ നല്ല 2 വശവും പുരട്ടിയതിന് ശേഷം നമുക്കൊരു 15 മിനിറ്റോളം നമ്മൾ കറി ഉണ്ടാക്കുന്ന ഒരു 15 മിനിറ്റോളം ഒന്ന് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വെറും 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്ത് കിട്ടും കേട്ടോ. ഒരുപാട് അങ്ങോട്ടേക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ട, ചെറിയ രീതിയിലൊന്ന് പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് 2 വശവും പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കറി തയ്യാറാക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു ഉള്ളി ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കണം. ഒരു കട്ട് ചെയ്തിട്ടാണ് കേട്ടോ, കട്ട് ചെയ്ത് വെച്ചതായതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 4 പീസായിട്ടൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു 2 തക്കാളിയും ഒരു 3 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് അരച്ചെടുക്കാം. അതിനുശേഷം നമുക്കൊരു ചട്ടിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ചട്ടിയിൽ എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, അങ്ങ് ഡയറക്റ്റായിട്ട് ഈ ഒരു കൂട്ടങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കണം. ഒരു 2 മിനിറ്റ് കൊണ്ട് ഇത് തിളച്ച് വരും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവാപ്പൊടി വാങ്ങിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഉലുവ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അപ്പോഴേക്കും ആ ഒരു കറിയൊക്കെ ചെറുതായിട്ട് വറ്റി വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലായി കിട്ടണം, പെട്ടെന്ന് തന്നെ ആവും. അപ്പോൾ അതിലേക്ക് നമ്മളിനി ഒരു 1.5 ഗ്ലാസ് നല്ല തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. 1.5 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെയാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടൊന്നും ആ ഒരു തേങ്ങ അരച്ചെടുക്കരുത്. അപ്പോൾ ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കണം. എന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ അത് തിളച്ച് വരും കേട്ടോ. എന്നതിന് ശേഷം നമ്മൾ ഈ ഒരു കറിയിലേക്ക് മാത്രമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ പൊരിച്ച മീനും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പൊരിച്ച മീനിൽ ഉപ്പുള്ളത് കൊണ്ട് തന്നെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. ഇതുപോലെ പൊരിച്ചെടുത്തിട്ട് നമ്മൾ കറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതും തേങ്ങാപ്പാലൊക്കെ ആയിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു കിടിലൻ ഐറ്റം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതൊരു ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, കൂടുതൽ വേവിച്ചെടുക്കണ്ടല്ലോ. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ഒരു 2-3 ചെറിയ ഉള്ളിയും കൂടെ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്കൊന്ന് താളിച്ചൊഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ താളിച്ചൊഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഒരു പ്രത്യേക മണവും അതുപോലെ തന്നെ ഒരു പ്രത്യേക രുചിയൊക്കെ തന്നെയാണ് ഈ ഒരു കറിക്ക്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാനിത് നെയ്പ്പത്തിരിൻ്റെ കൂടെയാണ് കേട്ടോ കഴിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക്